സോ ദിസ് ഈസ് മൈ ഐറ്റിനറി ലേക്ക്. ഇവിടെ നിന്ന് നേരെ പറഞ്ഞാൽ ഡൽഹി. അവിടെ ആലീസിന് തിരിച്ചാക്കണം. ഫ്രം ഡൽഹി സ്ട്രേറ്റ് ടു ഫ്രാങ്ക്ഫർട്ട്. കോളൻ സ്മിത്തിന്റെ കൺഫർമേഷൻ അതിലുണ്ട്. അവിടെ തെർമൽ പ്രോജക്ടിന്റെ ഡീൽ ഒപ്പുവെച്ചിട്ട് ബോർഡ് മീറ്റിംഗും ഫോർമാലിറ്റീസും ഒക്കെ കഴിഞ്ഞാൽ ടു ലണ്ടൻ റുട്ടീൻ വർക്ക്. അത് കഴിഞ്ഞാൽ ചെറിയൊരു കച്ചവടം. നമ്മുടെ ഈ പഴയ എയർക്രാഫ്റ്റ് ഒന്ന് തൂക്കി വിട്ടിട്ട് പുതിയൊരെണ്ണം വാങ്ങുന്നു. ദെൻ ടു സ്റ്റേറ്റ്സ്, ഏറിയൽ ഒറ്റയാഴ്ച. പിന്നെന്താ തിരിച്ച് ബോംബെ വഴിക്ക്? അവിടെ കച്ചവടവും കരാറൊപ്പൂക്കിലൊന്നുമില്ല ചന്ദ്രേട്ടൻ. നൂതൻ വിളിച്ചിരുന്നു. ചന്ദൻ പാപ്പ ഇസ് നോട്ട് വെൽ. നത്തിങ് സീരിയസ്. ഏതോ ഒരു വാൽവിന് ചെറിയൊരു ബ്ലോക്ക് ഉണ്ടോന്ന് സംശയം. ബൈപ്പാസ് വേണ്ടിവരുമെന്ന് പറയുന്നില്ല ഡോക്ടർമാർ. ഹീൽ കം ത്രൂ ഇറ്റ്. അറിയാമല്ലോ, ഈ 70-ാം വയസ്സിലും ആസ് സ്ട്രോങ് ആസ് എ ഹോഴ്സ്. അതാണ് ചന്ദൻ പാപ്പ. സോ ദാറ്റ് there is every chance for me to get held up in Bombay for 4-5 days. Come. Good morning, Chairman. Good morning, Miss Nair. Oh God. നീ പറ്റിച്ചെളുന്നല്ലോടാ. You are on time. Yeah, just made it. ദാ കണ്ടില്ലേ, ഉത്തരവാദിത്തങ്ങൾ നിർബന്ധമായിട്ട് കെട്ടിയേപ്പിച്ചപ്പോ ഒറ്റ ദിവസം കൊണ്ട് ഇവന് ആളെ മാറിപ്പോയത് കണ്ടില്ലേ ചന്ദ്രേട്ടാ? യെസ്. സോ ദാറ്റ്സ് ഇറ്റ്. രവി പറഞ്ഞതാ ശരി. ഹി ലുക്സ് ഫിറ്റ്, മെയ്ഡ് ഫോർ ദ ജോബ്. ദാ രവിയുടെ ട്രാവൽ ഷെഡ്യൂൾ. കീപ് യുവർ കോപ്പി. Thank you. പിന്നെ ചന്ദ്രേട്ടൻ, ദാ ഇവനെ ഇങ്ങനെ നമ്മളിവിടെ പിടിച്ച് കുറ്റിയടിച്ച് കെട്ടിയെന്ന് വെച്ച് ചുമലിന്ന് മുഴുവൻ ഭാരങ്ങളും ഒറ്റയടിക്ക് ഇറക്കി വെക്കാന്ന് വിചാരിക്കണ്ട. ബി വിത്ത് ഹിം. യെസ്. എന്തൊക്കെയാ ചുമതലകൾ എന്നവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഗൈഡ് ചെയ്യണം. വേണ്ടി വന്നാൽ ശാസിക്കാം, ചെവിക്ക് പിടിക്കാം, അനുസരിപ്പിക്കേണ്ടെന്ന് അനുസരിപ്പിക്കാം. He will listen to you. കേട്ടോടാ? May I come in, sir? Come in. Morning, sir. Morning. രവി, ദാ ഇവിടെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കിരണിന്റെ സെക്രട്ടറി ആയിട്ട്. ഷീസ് ഡെമി. Hello. Hello. Good. ആൻഡ് കിരൺ, ഹാവ് എ ഗുഡ് ഡേ. See you. See you. Demi. Yes, sir. May I help you? Demi. Yes. Tell me, sir. Yeah. To start with one black tea, strong. Sure, sir. ചന്ദ്രേട്ടൻ, യെസ്. പറയണമെന്ന് പലതവണ മനസ്സിൽ വിചാരിച്ചാണ്. ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ഇറ്റ് ടു സൗണ്ട് ഓക്വേർഡ്. ഇതുപോലെയുള്ള യാത്രകൾ പതിവാണെങ്കിലും മുൻപൊരിക്കലും ഇതുപോലൊരവസ്ഥയിൽ ഇവിടം വിട്ട് നിന്നിട്ടില്ല ഞാൻ. യു മീൻ കിഷൻ ഭട്ട? യെസ്. ഞാനിങ്ങനെ സ്ഥലത്തില്ലാന്നറിയുമ്പോൾ പുതിയതെന്തെങ്കിലും ഒരു ദുർബുദ്ധിക്ക് ശ്രമിച്ചുകൂടാന്നില്ല അവൻ. നത്തിങ്. ഇനി അവൻ ഒന്നിനും ധൈര്യപ്പെടാൻ പോണില്ല രവി. ഹി ഹാസ് ഹാഡ് ഇറ്റ്. ആ ഭാഗത്തുള്ള വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നുണ്ട് ഞാൻ. ഓക്കെ, അതുകൊണ്ട് തന്നെ കൂടുതൽ സൂക്ഷിക്കണം ചന്ദ്രേട്ടൻ. എൻ്റെ ആബ്സെൻസിൽ പ്രത്യേകിച്ചു. ഇനി ഒരിക്കൽ കൂടി ചതിവ് പറ്റാൻ പാടില്ല ചന്ദ്രേട്ടൻ. ഇല്ല രവി, ഐ വിൽ ബി കെയർഫുൾ. ഗുഡ്. ഞാൻ തിരിച്ചെത്തുന്നവരെ അമ്മ അടക്കം എല്ലാത്തിൻ്റെയും സേഫ്റ്റി ചന്ദ്രേട്ടൻ്റെ കയ്യിലാണ്. ഓർമ്മയുണ്ടല്ലോ? രവി, ഉറപ്പ്. യു ക്യാൻ ട്രസ്റ്റ് മീ. ചിയേഴ്സ്. താങ്ക്സ്. നീ വെയിറ്റ് ചെയ്താൽ മതി എയർ സ്റ്റെപ്പിൽ. പ്ലീസ്. ആലീസ്, എവിടെ ആലീസ്? ഇത്തിരി ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ അവള്. ഇപ്പഴിങ്ങെത്തും. പതിവാക്കത്. അല്ല, ഇതെന്താ നീ എങ്ങനെ ഇതൊക്കെ ആയിട്ട്? ജസ്റ്റ് ഹെൽപ്പിംഗ് ആലിസ്. യാത്രയ്ക്കുള്ള ഡ്രസ്സൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ അവള് പോയിരിക്കുന്നത്. ഓഫീസിൽ നിന്ന് ലേന വരും. അവൾക്കെതിരെ ഈ പണികളൊക്കെ. ചുമ്മാ നീ വെറുതെ ബുദ്ധിമുട്ടല്ല. അതിനിപ്പോ ആര് പറഞ്ഞു എനിക്കിതൊക്കെ ബുദ്ധിമുട്ടാവുന്ന്? അതെ, മുൻപൊരിക്കൽ കുറെ പെയിന്റർ ഫ്രണ്ട്സിന് സഹായിക്കാൻ ലണ്ടനിൽ ഒരു സ്മോൾ ടൈം ആർട്ട് ഗാലറി വിലയ്ക്ക് വാങ്ങിയപ്പോ രവി മാമനെ കോൺഷ്യർ ഓഫ് ആർട്സ് എന്ന് വാഴ്ത്തിയിട്ടുണ്ടെന്ന് ചില പത്രങ്ങൾ. പക്ഷേ ഇന്നിപ്പോ റിനൗണ്ട് ഡാൻസർ അമ്മു സ്വാമിനാഥനെ കൊണ്ട് ഇങ്ങനെ എന്റെ വീട്ടിലെ അടിച്ചളിയും അടുക്കളപ്പണിയും ഒക്കെ ചെയ്യിക്കുന്നു എന്ന് പുറത്തെങ്ങാനും അറിഞ്ഞു പോയാലുണ്ടല്ലോ, തീർന്നു. എന്നെ വല്ല കലാഘാതകനൊന്നോ മറ്റോ എഴുതി തുലച്ചു കളയും പത്രങ്ങൾ. ഇനിയുണ്ടോ? പക്ഷെ ഈ പറയുന്ന സോക്കോൾ റിനോൺ ഡാൻസർ അമ്മു സ്വാമിനാഥൻ ഇഷ്ടമാണെങ്കിലോ ഈ രവി മാമന്റെ വീട്ടിലെ അടിച്ചു തെളിയും അടുക്കള വേലയൊക്കെ? രവിചയ, പ്ലീസ്, മനസ്സിലായില്ലെന്ന് ഭാവിക്കരുത്. ഇറ്റ് ഹേർട്സ് സോ ഡീപ്. അമ്മു, വാട്ട് ഡു യു മീൻ? യെസ് അമ്മു, നിനക്ക് എന്റെ ഇച്ഛായനോട് ഇഷ്ടമാണ്, ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ് എന്നൊക്കെ ആലീസ് ഇങ്ങനെ കളിയാക്കുമ്പോഴും അവളുടെ ഒരു കുട്ടിക്കളിന്ന് ചിരിക്കാറേ ഉള്ളൂ ഞാൻ. ബട്ട് നൗ ഐ നോ. ദാ ഇവിടെ ഇങ്ങനെ ആരോരും ഇല്ലാതെ വന്നു പെട്ട്
ഇത്രയുമൊക്കെ സ്നേഹം നിങ്ങൾ വാരിക്കോരി തരുമ്പോഴും ഇത്രയുമൊക്കെ നിങ്ങൾ എന്നെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴും ഏത് പെണ്ണിനും ഒരുപാട് ഇഷ്ടം തോന്നിപ്പോകുന്ന ഈ അവസ്ഥയിലും പാടില്ല എന്ന് എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചതാ ഞാൻ. കഴിഞ്ഞില്ല. No, I am scared that I am lost in love. അമ്മോ, ഞാൻ എനിക്കറിയാം രവിച്ചായന്റെ പഴയ കാര്യങ്ങളൊക്കെ. പഴയതൊന്നും രവിച്ചായൻ ഒരു കാലത്തും മറക്കാൻ പറ്റില്ല എന്നും അറിയാം. ഒരു പെണ്ണിന് ജീവിതത്തിൽ തരാൻ കഴിയുന്ന മുഴുവൻ സ്നേഹവും ഒരൊറ്റ സൂസനെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു എന്നും എനിക്കറിയാം. സോറി, പഴയതോരോന്ന് ഓർമ്മിപ്പിച്ച് വെറുതെ ഹേർട്ട് ചെയ്തു ഞാൻ രവിച്ചായന്. ഏയ് സാരില്ല. പ്ലീസ്, ഒരു അപേക്ഷയുണ്ട് എനിക്ക്. ഇത്തവണ ഞാനൊരു വിഡ്ഢി തീരുമാനമെടുത്തു എന്ന് കളിയാക്കരുത് രവിച്ചായൻ. ഐ വോണ്ട് ടു ഗോ ബാക്ക്. ഇനി ഇവിടെ നിന്നാല് എനിക്കറിയില്ല, ഇനി ഒരുപാട് ഇഷ്ടപ്പെട്ടു പോകും ഞാൻ നിങ്ങളെ. I can't help it. അമ്മോ, അന്ന് പറഞ്ഞിരുന്നില്ലേ ഇച്ചായൻ എനിക്ക് എന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാമെന്ന്? ഇച്ചായൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. Hi, Captain. Hello, Mr. Nair. Hello. Oh God, he's Yeah, he's coming. Hi, Ravi. ഹായ് ക്യാപ്റ്റൻ ഖാദർ, ഹൗ ആർ യു? Fine, thank you. Now come, sir. We're already late. ഇപ്പൊ തന്നെ ടേക്ക് ഓഫ് ചെയ്തില്ലെങ്കിൽ we'll upset all our schedules. ആലിസ് എവിടെ? അതെ മേജർ, ദേ ഇവിടെ ഒരുത്തി മോന്തേക്ക് ഇങ്ങനെ കെട്ടി വീർപ്പിച്ച് പിടിച്ചിട്ടുണ്ട്. ദേ വഴിയിലെങ്ങാനും മൂങ്ങയാണ്ടല്ലോ, മോളിൽ നിന്ന് എടുത്ത് താഴെ കിട്ടണം ഈ സാധനത്തിന്. പോടാ, നീ ഇങ്ങനെ ചുമ്മാ സെന്റിമെന്റ്സ് പറഞ്ഞാലൊന്നും കരയാൻ പോലുള്ള എന്റെ പങ്കള്. ഷീ ഈസ് വെരി സ്ട്രോങ്. ലെഡി, നീ ഇവിടെ കൊണ്ട് പ്ലെയിൻ എടുത്ത് വാ. അല്ല, ഇവിടെ ഒരാളിങ്ങനെ കൂനിപ്പിടിച്ച് തനിച്ചു മാറി നിപ്പുണ്ടല്ലേ, ഇപ്പൊ മറന്നേനെ. സോ സ്റ്റിൽ കൺഫ്യൂസ്ഡ് അല്ലേ? അതെ, ഞാൻ ഈ യാത്രയും തിരിച്ചു വരുമ്പോ നീ ഇവിടെ ഉണ്ടാവില്ല, പറന്നു കളയും ബാംഗ്ലൂർക്കെന്ന് പറഞ്ഞില്ലേ? യു ക്യാൻ ഡു ഇറ്റ്. തിരിച്ചു പോകാൻ നിനക്ക്. പക്ഷേ എത്രയൊക്കെ ദൂരേക്ക് പറഞ്ഞാലും വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരേണ്ടി വരുന്നുണ്ട്. റിനൗണ്ട് ഡാൻസർ അമ്മു സ്വാമിനാഥനായിട്ടല്ല, എന്റെ അടുക്കളക്കാരിയായിട്ട്, എന്റെ അടിച്ചലിക്കാരിയായിട്ട്. എന്താ വിരോധം ഉണ്ടാ മോന്? ഏയ്, ഐ മീൻ ഇറ്റ്. ബൈ.